പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു നമ്മുടെ മെയിൻ ഇത് സിനിമയാണ്. സിനിമ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളുണ്ടായതും എല്ലാം ഉണ്ടായത്. സിനിമ ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അതിനെ എപ്പോഴും ബഹുമാനിക്കുകയും അതിൻ്റെ വർക്കിനെ ബഹുമാനിക്കുകയും അതിൽ പെരുമാറുന്നത്. ഇപ്പോൾ ചെയ്യുന്നവരങ്ങനെയല്ല. പലപ്പോഴും എൻ്റെ റെക്കോർഡിസ്റ്റ് പറയുന്നു അകത്തിരുന്ന് മൈക്കിൽ കൂടെ കേൾക്കാം. ഞാനിപ്പോൾ പുതിയ BMW വെച്ചിട്ട് പക്ഷേ അല്ല മറ്റേ കാറുണ്ടല്ലോ ലംബോർഗിനിയാണ് എൻ്റെ താല്പര്യം. ഇവർ വളരെ ബിസിനസ്സാണ്, വളരെ അങ്ങനെയൊക്കെ അംബീഷ്യസ് ആയിട്ട് സംസാരിക്കും. പക്ഷേ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാത്തത് ഞാൻ ഇപ്പോൾ ഒരു പടത്തിൽ ചെയ്തു കേട്ടോ, ഞാൻ അതിനകത്തൊരു സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന സീൻ. അപ്പോൾ മറ്റേ ആൾ പറയും ഞാനൊരു ക്യാരക്ടർ ചെയ്തതിന് ഇന്നൊരു പടത്തിൽ ഇന്ന വേഷം വന്നിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഭയങ്കര സിൻസിയറും കാര്യങ്ങളും. ഇപ്പം എനിക്ക് സുഖമില്ലാതായപ്പോഴും എന്നെ കാണാൻ ഓടിയെത്തിയത് മോഹൻലാലും മുന്നിട്ട്. ഞാൻ പറഞ്ഞില്ല അത് ആ പഴയ കാലത്ത് അവരുടെ ബന്ധങ്ങൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആ ഒരു സംഭവം കുറവാണെന്ന്. കാര്യം കുട്ടികളൊക്കെ നല്ല ഇൻ്റലിജൻ്റാണ്, ബ്രില്യൻ്റാണ്, ടാലൻറ്റഡാണ്, അവർ വളരെ ഹാർഡ് വർക്കിങ്ങുമാണ്. പക്ഷേ ഇതാണ് സംഭവം. നമ്മുടെ അന്നത്തെ കൂട്ടുള്ളൊരു ഐക്യമൊന്നും പുറത്തുവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞൊരു അധികം പേർക്ക് മുതിർന്നവരൊന്നും അറിയത്തുമില്ല, അറിഞ്ഞാലോട്ടോ അവർ മൈൻഡ് ചെയ്യത്തുമില്ല. സിനിമകളുടെ കാര്യത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. താങ്കൾ ഈ പറഞ്ഞ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണെങ്കിലും അതിന് പിന്നെ ബോയിങ് ആണെങ്കിലും ഈ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ആണെങ്കിലും അരംപ്ലസരം ഈ മുഴുനീള പ്രേക്ഷകരെ രസിപ്പിക്കുന്ന പടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം സിനിമകൾ അധികം വരുന്നില്ല. അതാണ് ഞാൻ കാലം മാറുന്നതനുസരിച്ച് വരുമ്പോൾ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. പിന്നെ ആൾക്കാരും എഡ്യൂക്കേറ്റഡായി. എന്താ പറയുക, പണ്ട് ഈ കാണുന്ന തിയേറ്ററിൽ വരുന്ന സിനിമയേ ഉള്ളൂ, വലപ്പുരയിലോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്നത്. ഇപ്പോൾ അതല്ല, OTTയിൽ കയറി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിംസ്, ഹിന്ദി ഫിലിംസ്, ഇന്ത്യയിൽ ഇറങ്ങുന്ന ആസാമീസ് പടങ്ങൾ, ഉഗ്രം പടങ്ങൾ, മറ്റ് ഭാഷകളിലുള്ള ഗുജറാത്തി ഫിലിംസ്, ഇതെല്ലാം നമ്മൾ കണ്ട് അവർ നല്ല സിനിമ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അവരെ കണ്ണിൽ പൊടിയിടാൻ പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയും, ഞാൻ എടുത്ത സിനിമകളിലെല്ലാം തമാശ ഉണ്ടെങ്കിലും ഒരു ആക്ഷൻ കോമഡി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോമഡിയുള്ള പടം എന്ന് പറഞ്ഞാൽ ചോട്ടാ മുംബൈയാണ്. അന്ന് മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടമാണ് ആ പടത്തിൽ, അത്രയും ഗംഭീരമാണ്. ആ പടമാണ് ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. രാജമാണിക്യം മമ്മൂട്ടിയുടെ അന്നത്തെ എവർ സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞാൽ ചോട്ടാ മുംബൈയാണ് വരുന്നത്, അതും ഹിറ്റാണ്. അൻവർ റഷീദിൻ്റെ അൻവർ റഷീദ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോഴും ആൾക്കാരെ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് ഗണേശൻ്റെ മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എന്ത് ചെയ്യാനോ ഒരു പ്രശ്നമാണ്, മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ അപ്പോൾ ബോയിങ് ഇട്ട് കാണും. അന്ന് VHS ആണല്ലോ, അത് കാണാമായിരുന്നു. ഈ ബോയിങ്ങിന് സംഭവിച്ചത് ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശബ്ദം കേൾക്കണം, എന്നാലേ ശ്രീനിവാസൻ എഴുത്തു വരുള്ളൂ. അത് ശ്രീനിവാസൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് സ്ക്രിപ്റ്റ് ചെയ്ത് പടം വരെ അങ്ങനെയൊന്നുമില്ല. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ആർട്ടിസ്റ്റൊക്കെ മേക്കപ്പ് ഇട്ട് എപ്പോഴും ഓൺലൈൻ എഴുതും. സീൻ നമ്പർ 98 അത് ഇന്നിപ്പോൾ എടുക്കണം, ഇന്നിപ്പോൾ സീൻ നമ്പർ 78, 79 എടുക്കാം, ബാർ സീക്വൻസ് അല്ലേ, അത് എഴുതി തരാം. ഇന്ന് എടുക്കുന്നത് സീൻ നമ്പർ 98, 99 ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് മറ്റേ വണ്ടി പോകണം. ഓക്കെ, അങ്ങനെ എഴുതാം. അതൊരു പ്രത്യേക നാക്കുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. സിനിമ എടുക്കാൻ പറ്റുന്നവർ ഈ പറഞ്ഞൊരു MT വാസുദേവൻ നായർ അല്ലെങ്കിൽ പത്മരാജൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കണം, വായിക്കണം. ഇംപ്രൂവൈസ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള നടന്മാർ? പ്രത്യേകിച്ച് ഈ ബോയിങ്ങിൽ തന്നെ ഈ മോഹൻലാൽ എന്തെങ്കിലും അടിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ നിന്നങ്ങ് കറങ്ങി. അല്ല, ഞാൻ പറയാം, അന്ന് നമ്മൾ ഈ ഡയറക്ടറിനും ഒരു ആക്ടിങ് ടാലൻ്റ് ഉണ്ടാവും, പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ചെയ്ത തുടരും എന്നുള്ള സിനിമ മലയാളത്തിലെ റെക്കോർഡാണ്, കളക്ഷൻ എവർ റെക്കോർഡാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി എന്നുള്ള ആൾ 16 വർഷത്തോളം കഥകളി പഠിച്ച ആളാണ്. അതുകൊണ്ട് വലിയ നടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അയാൾ എൻ്റെ അടുത്തായാലും മോഹൻലാലിൻ്റെ അടുത്തായാലും പിന്നെ പുതിയതായിട്ട് അഭിനയിക്കാവുന്ന ആളായിരുന്നാലും വളരെ കൂളായിട്ട് ഒന്ന് ആക്ടിങ് പറഞ്ഞു. ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞു തരികയല്ല, നമ്മളിൽ നിന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. ആ പ്രിയനും അത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട്, വെള്ളാനങ്ങളുടെ നാടിൽ നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് 8-10 ടേക്കായി, എല്ലാം 10 ടേക്കായിട്ട് ഒരു മാഗസിൻ തീർന്നു. അപ്പോൾ പ്രിയൻ ചേട്ടൻ പറഞ്ഞു ഇത്രയും കഴിഞ്ഞു, എന്തും ചേട്ടൻ മൂടൗട്ടാണ് രാവിലെ, എന്താണ് ചേട്ടൻ ഒന്ന് ഇളകി ചെയ്യട്ടെ, ഈ നിന്ന് പറയാം നമ്മുടെ താമരശ്ശേരി ചുരം അങ്ങനെ കൈയൊക്കെ എടുത്തൊന്ന് വിരിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. ആ ടേക്കാണോ ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പിന്നെ പ്രിയന് ഭയങ്കര ഈ പറഞ്ഞ മാതിരി ഈ കോമഡിക്ക് ഒരു അരത്തമേറ്റിക്കുണ്ട്, അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഡയറക്ടർ മലയാളത്തിൽ പ്രിയദർശൻ വ്യക്തമായിട്ട്. ഇപ്പോൾ അരംപ്ലസായിരുന്ന കാര്യം നമുക്കറിയില്ല എന്തിനാണ് ഒരു ബോൾ കൊള്ളുന്നത്, ഏതോ ഒരു ബോൾ വരുമ്പോൾ മിസ് ചെയ്യുന്നു, അത് ആർക്ക് കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രിയൻ അത് എഡിറ്റ് ചെയ്ത് തരുമ്പം സുമാരി ചേച്ചി മിസ് ചെയ്യുന്നു, അത് എൻ്റെ മുഖത്ത് കൊള്ളുന്നു, അടുത്ത ബോൾ വരുമ്പോഴത്തേന് തട്ടി വിട്ടിട്ട് ഏത് സിനിമ തിരിയുമ്പോൾ ആ ബോളും തിരിച്ചടിക്കുന്നു. ഇതിനകത്ത് ഒരു അരത്തമാറ്റിക് ഉണ്ട് സംഭവം, ഒരു കൊറിയോഗ്രാഫി ഉണ്ടത്.
അത് പ്രിയനാണ് എൻ്റെ മിടുക്കൻ. ഈ താമരശ്ശേരി ചുരം പറഞ്ഞപ്പോഴാണ് അതില് താങ്കളുടെ തന്നെ ഒരു പപ്പുവിനോടുള്ള മറുപടി ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ നീ സുലൈമാൻ അല്ല സിനിമ ഹനുമാനാണ്. ഇതൊക്കെ കൃത്യമായി എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് ആണോ അതോ ആ സമയത്ത് ഇംപ്രൂവൈസ് ചെയ്യുന്നത്? ഇതൊക്കെ ഇംപ്രൂവൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഡയലോഗ്സ് ഈ പഴയ മൂവീസിൽ, അതുപോലെ ആ ടാലന്റ്, ഈ നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ടാലന്റഡ് ആൾക്കാർ, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇപ്പോഴും ആ സമയത്തെ ഡയലോഗ്സ് ആണ് പല കുട്ടികളും പറഞ്ഞു നടക്കുന്നത്. വടക്കൻ വീരഗാഥയിലേക്ക് ഇപ്പോഴും പലരും പറയാറുണ്ട്, ഓർക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസത്തിന് ഇപ്പോഴത്തെ അതുപോലെ ടാലന്റഡ് അല്ല ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്താ പറയുക, നിവിൻ പോളി തന്നെ നമ്മുടെ ഞാനും ഉണ്ടല്ലോ ബാംഗ്ലൂർ ബേസിൽ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എല്ലാവരും എടുക്കും പറയുന്നുണ്ട്. അതിനകത്ത് ട്രോളിനും ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പ്രചാരം തേടും. കാര്യം ഇൻസ്റ്റാഗ്രാമിലും അതും ഇതിലൊക്കെ പടപടാന്ന് വരെയല്ലേ സംഭവം. പഴയ ഇടുന്നുണ്ട്, പഴയ വരുന്നുണ്ട് സംഭവം. ഇപ്പം നമുക്ക് സജഷൻസ് പറയാം ഡയറക്റ്റ് പറയാം. ഇപ്പോൾ ഉദാഹരണം ഈ ബോയിങ്ങിൽ ഒരു വരി എനിക്കുണ്ട്, ചിത്രയുടെ വരിയാണ്. ചിലങ്ക കെട്ടി മോഹം പൂവണിയുമ്പം ഞാൻ കണ്ണടച്ച് ചെയ്യട്ടെ, എങ്ങനെ ചിലങ്ക കെട്ടി മോഹം ഇങ്ങനെ എടുക്കുന്നത് പ്രിയപ്പെട്ട വെരി ഗുഡ് അത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാം, പറഞ്ഞ് ചെയ്യും.